ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇന്നലെ അവധിയാണെങ്കിൽ പോലും 2 ദിവസത്തെ മാർക്കറ്റ് സിറ്റുവേഷൻ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ നമ്മൾ ബുധനാഴ്ച ക്ലോസ് ചെയ്യുന്ന ആ ലെവലിൽ തന്നെയാണ് ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ഇന്നലെയും ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലെ റസൽ 2000 ഇൻഡെക്സ് മാത്രമാണ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷനിൽ കുറച്ച് അയവ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ട്രംപ് ഇറാനെ ആക്രമിക്കില്ല, ഇപ്പോൾ ആക്രമിക്കില്ല എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. മുമ്പ് തന്നെ ഇറാനിയൻ ടെലിവിഷനിൽ കൂടെ ഇറാൻ ട്രംപിനെ അസാസിനേറ്റ് ചെയ്യും എന്ന തരത്തിലുള്ള ത്രെറ്റനിങ് ഒക്കെ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണോ ട്രംപ് ഇറാൻ ആക്രമിക്കില്ല എന്നുള്ള ഒരു ഡിസിഷൻ ചേഞ്ചിന് കാരണം എന്നുള്ള കാര്യം അറിയില്ല. അതോടൊപ്പം തന്നെ ട്രംപിന് അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ എതിർപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം വീണ്ടും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലെ സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് വീണ്ടും താഴെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ Q4 റിസൾട്ട് സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. ബാങ്കുകളുടെ റിസൾട്ടുകൾ അമേരിക്കയിൽ അനൗൺസ്മെൻറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ബാങ്കുകൾ മോർഗൻ സ്റ്റാൻലി അതുപോലെ തന്നെ ഗോൾഡ്മാൻ സാക്സിൻ്റെ ഒക്കെ റിസൾട്ടുകൾ ബെറ്റർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ചെയ്തിരിക്കുകയാണ്. അതേസമയം മിനിഞ്ഞാന്ന് പുറത്തു വന്നുള്ള JP മോർഗൻ, സിറ്റി ഗ്രൂപ്പ്, വെൽസ് ഫാർഗോ റിസൾട്ടുകൾ സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഈ ബാങ്ക് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ഈ റിസൾട്ടിന് ശേഷം വീക്കായിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിൽ മിനിഞ്ഞാന്ന് സ്ലൈറ്റ്ലി വീക്കായിരുന്നു. പക്ഷേ ഇന്നലെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് സിറ്റുവേഷനാണ്. ജാപ്പനീസ് മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. അതുപോലെ തന്നെ ഹോങ്കോങ് മാർക്കറ്റും സ്ലൈറ്റ്ലി വീക്കായിരുന്നു. അതേസമയം ചൈനയിലൊരു മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. കൊറിയൻ മാർക്കറ്റ് വീണ്ടും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് ചൈനീസ്, ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്ന് വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഹോങ്കോങ് മാർക്കറ്റ് ബെറ്റർ ആണ്. സൗത്ത് കൊറിയൻ മാർക്കറ്റ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മേജറായിട്ടുള്ള പോസിറ്റീവ് ന്യൂസ് ലോസ് ഒന്നുമില്ല. അതേസമയം ഡിസംബർ മാസത്തെ എക്സ്പോർട്സ് ഡാറ്റ വന്നിട്ടുണ്ട്. 1.9% എക്സ്പോർട്സ് ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇമ്പോർട്ട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ട്രേഡ് ഡെഫിസിറ്റ് സ്ലൈറ്റ്ലി അറ്റ് ഹയർ സൈഡാണ്. എന്നിരുന്നാലും ട്രംപിൻ്റെ താരിഫ് ഉണ്ടായിട്ട് പോലും നമ്മുടെ എക്സ്പോർട്ട് പെർഫോമൻസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒരു പക്ഷേ കണ്ടേക്കാം. അതേസമയം Q3 റിസൾട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ക്വാർട്ടറിലത്തെ Q3 റിസൾട്ടിൽ ഒരു വൺ ടൈം ഹിറ്റ് ഓൾമോസ്റ്റ് എല്ലാ കമ്പനികൾക്കും ഉണ്ടാവും. ലേബർ കോഡ് 2025 ഇംപ്ലിമെൻ്റ് ചെയ്തതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആണ്. ഇത് ലോങ് റണ്ണിൽ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചും അതുപോലെ തന്നെ എംപ്ലോയീസിനെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവാണ്. എന്നിരുന്നാലും Q3 റിസൾട്ടിലും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ക്വാർട്ടർ റിസൾട്ടുകളെല്ലാം തന്നെ ഇതിൻ്റെ ഒരു മൈനർ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. ലേബർ കോഡ് ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം കമ്പനികളുടെ എക്സ്പെൻസ് 2 മുതൽ 3% വരെ ഇയർലി ഇൻക്രീസ് കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇത് പൊതുവെ എല്ലാ ക്വാർട്ടർ റിസൾട്ടുകളിലും കാണാനായിട്ട് സാധിക്കും. ഇതൊരു വലിയ നെഗറ്റീവ് ന്യൂസ് ഒന്നുമല്ല. അതേസമയം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ യെസ് ബാങ്കിൽ സുമിതാമോ മിസുയി ബാങ്കിങ് കോർപ്പറേഷൻ, ജപ്പാനിലത്തെ ബാങ്കിങ് ഗ്രൂപ്പാണ്, 24% സ്റ്റേക്ക് എടുത്തിരുന്നു. ഈ ബാങ്കിങ് കോർപ്പറേഷന്, സുമിതാമോ മിസുയി ബാങ്കിങ് കോർപ്പറേഷന് ഇന്ത്യയിലെ ഫുൾ ഫ്ലെഡ്ജഡ് ബാങ്ക് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിരിക്കുകയാണ് RBI. തീർച്ചയായിട്ടും യെസ് ബാങ്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. അതുപോലെ തന്നെ ചൈനീസ് സ്റ്റീൽ എക്സ്പോർട്സ് നോക്കുകയാണെങ്കിൽ റെക്കോർഡ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. ഗ്ലോബലി സ്റ്റീൽ കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യയിലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് തന്നെയാണ്. ഇന്ത്യയിലത്തെ സ്റ്റീൽ കമ്പനികളുടെ പെർഫോമൻസും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് Q3 റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ Q3 റിസൾട്ടുകൾ ഇന്നലെ പുറത്തുവിട്ടുള്ള കമ്പനികൾ MV ഫോട്ടോവോൾട്ടൈക് പവർ ലിമിറ്റഡ് എക്സലൻറ്റ് റിസൾട്ടാണ്. റീസെൻ്റായിട്ട് IPO വന്നിട്ടുള്ളൊരു കമ്പനിയാണ്. നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് റിസൾട്ട് വന്നിരിക്കുന്നത്. സ്വരാജ് എഞ്ചിൻസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് നെറ്റ് പ്രോഫിറ്റ് കൂടുതലാണ്. അതേസമയം റവന്യൂ 100% കൂടിയിരിക്കുകയാണ്. ലോങ് റണ്ണിൽ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ്
സർവീസസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യും. ജിയോ ബ്ലാക്ക് റോക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ AUM വന്നിരിക്കുന്നത് 14,000 കോടി രൂപയാണ് 10 ഫണ്ടുകളിൽ നിന്ന്. ലോങ് റണ്ണിൽ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ മൂഡീസ് അഡാനി പോർട്സ്, അഡാനി എനർജി സൊല്യൂഷൻസ് സബ്സിഡിയറീസിനെയൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. L&T ടെക്നോളജി സർവീസസിൻ്റെ Q3 റിസൾട്ട് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. വൺ ടൈം ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ പോലും. അതോടൊപ്പം തന്നെ മിനിഞ്ഞാന്ന് പുറത്തു വന്നിട്ടുള്ള റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ICIC പ്രൂഡൻഷ്യൽ AMC ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. MRPL ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇൻഫോസിസ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഇൻഫോസിസിൻ്റെ റിസൾട്ട് വൺ ടൈം ലേബർ കോഡ് ഇമ്പാക്റ്റ് ഉണ്ട്. എന്നിരുന്നാലും വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ്. അതുപോലെ തന്നെ AI രംഗത്ത് വലിയ പ്രോഗ്രസ് ആണ് ഈ കമ്പനി കൈവരിച്ചിരിക്കുന്നത്. 4,600 AI പ്രൊജക്റ്റുകളിലാണ് ഇപ്പോൾ ഈ കമ്പനി ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. വളരെ പ്രോമിസിങ് കമൻറ്റുകളാണ് ഈ റിസൾട്ട് അനൗൺസ്മെൻറ്റിന് ശേഷം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഗൈഡൻസും ഉയർത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഇൻഫോസിസിനെ സംബന്ധിച്ച്. ഇൻഫോസിസ് ഒരു ബെറ്റർ ഓപ്പണിംഗ് ആണെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം MRPL, ICIC പ്രൂഡൻഷ്യൽ AMC, അതുപോലെ തന്നെ MV ഫോട്ടോ വോൾട്ടൈക് പവർ, ഈ കമ്പനികളൊക്കെ ഒരു ബെറ്റർ ഓപ്പണിംഗ് എന്ന് കാണിക്കാനുള്ള സാധ്യതകളാണ്. അതോടൊപ്പം തന്നെ നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ SME IPO നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന അവാന ഇലക്ട്രോ സിസ്റ്റംസ് ക്ലോസ് ചെയ്തിരുന്നു. 131.82 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ഇൻഡോ SMC ഇന്നാണ് ലാസ്റ്റ് ഡേ BSE SME IPO ആണ്. സെക്കൻഡ് 2.05 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരുന്നു. IPO മാർക്കറ്റിൽ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന SME IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിന് ഇൻഡോ SMC കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്നും കൂടി കൺസിഡർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഇന്നലെ അമേരിക്കയിലെ തൈവാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനിയുടെ റിസൾട്ട് വന്നിരുന്നു. Q4 റിസൾട്ട് വന്നിരുന്നു. എക്സലന്റ് റിസൾട്ടാണ്. അതുപോലെ തന്നെ ഗൈഡൻസും ബെറ്ററാണ്, കാപ്പെക്സും കൂട്ടാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്നലെ അമേരിക്കൻ ടെക്നോളജി സ്റ്റോക്കുകളിൽ, പ്രത്യേകിച്ച് ചിപ്പ് സ്റ്റോക്കുകളിലൊക്കെ കണ്ടിരുന്നു. ഒപ്പം തൈവാനീസ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനി, അപ്ലൈഡ് മെറ്റീരിയൽസ്, സാൻഡിസ്ക്, ഇൻഡൽ, മോർഗൻ സ്റ്റാൻലി, കാറ്റർപില്ലർ, ഗോൾഡ്മാൻ സാക്സ്, ബോയിങ്, ASML ചിപ്പ് എക്യുപ്മെന്റ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ASML ഹോൾഡിങ്സ് ഒക്കെ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്താണ് ഇന്നലെ അമേരിക്കയിൽ ട്രേഡിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ ടെക്നോളജി സ്റ്റോക്കുകളെ സംബന്ധിച്ച് തൈവാനീസ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ് കമ്പനിയുടെ റിസൾട്ടിന് ശേഷം ചെറിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ Q3 റിസൾട്ടുകൾ തന്നെയാണ് മേജർ ആയിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന Q3 റിസൾട്ടുകൾ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റ് മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. അതോടൊപ്പം ചൈനയിലത്തെ മാർക്കറ്റ് റെഗുലേറ്റർ വലിയ രീതിയിലുള്ള ആക്ഷൻസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങിന് എഗൻസ്റ്റ് ആയിട്ട് ചൈനയിൽ കോലൊക്കേഷൻ അവസാനിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹൈ ഫ്രീക്വൻസി ട്രേഡിങ്ങിന് വളരെയധികം കൺട്രോൾ കൊണ്ടുവരികയാണ് ചൈനീസ് മാർക്കറ്റ് റെഗുലേറ്റർ പറഞ്ഞിരിക്കുന്നത്. സാധാരണ ഇൻവെസ്റ്റേഴ്സിന് വളരെ ഈസി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ്. ലെവൽ പ്ലേയിങ് ഫീൽഡാണ് ചൈന ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഒരു ഗ്രൂപ്പിന് മാത്രം അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ട്രേഡിങ്ങിന് ചൈനയ്ക്ക് താല്പര്യമില്ല. വലിയ മാർക്കറ്റ് റിഫോംസ് ആണ് ചൈനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സിറ്റാഡൽ സെക്യൂരിറ്റീസ്, അതുപോലെ തന്നെ ജാനേ സ്ട്രീറ്റ്, ഈ കമ്പനികളെയൊക്കെ ബാധിക്കാൻ സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റിഫോം മെഷേഴ്സ് അല്ലെങ്കിൽ ഇത്തരം കൺട്രോൾസ് മറ്റു മാർക്കറ്റുകളിലും ഉണ്ടാവും എന്നുള്ള എക്സ്പെക്ടേഷനൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ ജാനേ സ്ട്രീറ്റിനെ നമ്മൾ ഓൾറെഡി ബാൻ ചെയ്തിരുന്നു. എന്നിരുന്നാലും ഹൈ ഫ്രീക്വൻസി ട്രേഡിംഗ് രംഗത്ത് നമ്മളിപ്പോഴും വളരെ ലിബറലാണ്. ഒരുപക്ഷെ നമ്മുടെ റെഗുലേറ്ററും ഇത്തരത്തിലുള്ള ഒരു കൺട്രോൾ മെഷേഴ്സിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ മിനിഞ്ഞാന്ന് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. ഒപ്പം സിങ്കും മുന്നേറിയിരുന്നു. സിങ്ക് 3 ഇയർ ഹൈനടുത്തൊക്കെ വന്നിരുന്നു. ഒപ്പം നമ്മൾ കോപ്പർ, അതുപോലെ തന്നെ അലുമിനിയം, ഈ കമോഡിറ്റികളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കോപ്പർ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണുന്നത്. അലുമിനിയത്തിലും 4 ഇയർ ഹൈ ഹിറ്റ് ചെയ്തതിന് ശേഷം നല്ല പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ ബ്രെൻഡ് ക്രൂഡ് ഓയിലും താഴെയാണ്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $4,595 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ ട്രേഡ് ചെയ്യുന്നത് 89.75
$95 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവർ ട്രേഡ് ചെയ്യുന്നത്. മിനിഞ്ഞാന്ന് $94 പെർ ഔൺസ് വരെയൊക്കെ സിൽവർ ഹൈ പോയിരുന്നു, റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഗോൾഡ് $4657.62 പെർ ഔൺസ് വരെയൊക്കെ ഹൈ വന്നിരുന്നു, റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. നല്ല വൊളാറ്റിലിറ്റിയാണ് സിൽവർ പ്രൈസിൽ കാണുന്നത്. അതേസമയം ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മൊമെൻറ്റം കുറവാണ്. ഗോൾഡായിരിക്കാം ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ മുന്നേറാൻ സാധ്യതയുള്ളൊരു കമോഡിറ്റി. അപ്പോൾ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.